ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന് സീതാറാം യെച്ചൂരി. പാർട്ടിയിലും ഭരണത്തിലും ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാകും. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. The fact of the matter is that particular Central Committee member did not take part in the discussion. He did not speak. But you still use his name saying that he has attacked the General Secretary, he has attacked the line. This decline in the vote share is something that is concerning, and we have identified certain areas that need to be properly introspected and studied, and corrective measures have to be taken. The State Committee will meet after this review reporting is over in order to concretize how these corrective measures will be taken. I just told you we are not satisfied. That's why we are reviewing, and we have identified some of the reasons which we think need to be corrected. And that will be done, and you will know after the next State Committee meeting when these corrective measures will be announced. Those are not the issues. The issue was that there has been a very severe financial squeeze of Kerala by the centre. Now we'll have to work out. I mean, all this talk of Kerala financial mismanagement is nonsense. Kerala is one of the states with the highest degree of revenue collection. That the increase in the vote share of the BJP is concerning. In Kerala, that too considered to be the most secular of all the states and societies in India. It is long ago the issue was settled, it was taken up, and the matter has been settled and adequately answered by the State Committee. People who have not spoken in the Central Committee are charged with saying that they have attacked the General Secretary and the central line. They are complete, absolute falsities. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പിന്നാലെ ഇപ്പോൾ സീതാറാം യെച്ചൂരിയും തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ഇനി തിരുത്തലുകൾ ആവശ്യമാണ്, ആ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? CPM മേഖല റിപ്പോർട്ടിംഗ് അല്പസമയം മുന്നെയാണ് അവതരിപ്പിച്ചത്. അതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതിനിധിയായി MV ഗോവിന്ദൻ മാസ്റ്ററും കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതിനിധിയായി സീതാറാം യെച്ചൂരി, ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായിരുന്നു പങ്കെടുത്തത്. അതിൽ പാലക്കാട്, വയനാട്, മലപ്പുറം, കോഴിക്കോട് മേഖലകളിലെ ലോക്കൽ സെക്രട്ടറിമാർ അടക്കമുള്ള നേതാക്കളായിരുന്നു ഇതിൽ പങ്കെടുത്തത്. അതിൽ പ്രധാന അജണ്ടയായി വന്നത് തെരഞ്ഞെടുപ്പ് തോൽവിക്കുള്ള കാരണങ്ങൾ, അതിൽ തിരുത്തലുകൾ വരുത്തേണ്ടവ, അത് കൃത്യമായും താഴെത്തട്ടിലേക്ക് വരെ എത്തിക്കുക, ബ്രാഞ്ച് കമ്മിറ്റി വരെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു മേഖലാ റിപ്പോർട്ടിംഗിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള ഒരു വിലയിരുത്തൽ MV ഗോവിന്ദൻ മാസ്റ്ററും കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള വിലയിരുത്തൽ സീതാറാം യെച്ചൂരിയും ഈ അവലോകന യോഗത്തിൽ അവതരിപ്പിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സീതാറാം യെച്ചൂരി, അതായത് ഭരണത്തിലും പാർട്ടിയിലും തിരുത്തലുകൾ ഉണ്ടാകും, തെറ്റ് തിരുത്തും എന്നുള്ള ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത്. അതായത് പരാജയ കാരണങ്ങൾ, CPM-ന് എന്തൊക്കെ അപജയങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം കൃത്യമായും വ്യക്തമായിട്ടുണ്ട്. അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കുന്നത്. അതായത് ഇതിൽ പ്രധാനമായും CPM ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് ഇന്നലെ നടന്ന കണ്ണൂർ മേഖലാ യോഗത്തിലടക്കം MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തിരുത്തലുകൾ ഉണ്ടാകുന്നു, പാർട്ടി തിരുത്തുന്നു എന്നുള്ളൊരു ബോധ്യം ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് ലോക്കൽ കമ്മിറ്റി അടക്കമുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ മേഖലാ റിപ്പോർട്ടിംഗ് നടത്തുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവയുടെ വിതരണം നിലച്ചത്, അതിലുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയും ജനങ്ങളുടെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്ന് സീതാറാം യെച്ചൂരി പറയുന്നുണ്ട്. അതിൽ കാരണം എന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വീഴ്ചയല്ല, മറിച്ച് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഒരുക്കിയതാണ് ഇങ്ങനൊരു വീഴ്ചയ്ക്ക് കാരണം. ഇങ്ങനെ ക്ഷേമ പദ്ധതികൾ അടക്കം കേരളത്തിൽ നടപ്പിലാക്കുന്നതിലൊരു കാലതാമസം വന്നതിന് കാരണം ഇതാണ് എന്നുള്ളതാണ് യെച്ചൂരിയും അതായത് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. മാത്രമല്ല പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ, അതായത് വടകര അടക്കമുള്ള, കണ്ണൂർ അടക്കമുള്ള പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത് പാർട്ടി എന്നും ഈ BJPക്ക് ഉണ്ടായിട്ടുള്ള ഒരു വോട്ട് വളർച്ച അത് ഗൗരവമായി കാണുന്നു എന്നും സീതാറാം യെച്ചൂരി വിലയിരുത്തുന്നുണ്ട്. എന്തായാലും
പാലക്കാട്, വയനാട്, മലപ്പുറം മേഖലകളിലെ, കോഴിക്കോട് മേഖലകളിലെ CPM ലോക്കൽ സെക്രട്ടറി മുതലുള്ള നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഇനി ഇത് മറ്റ് വിമർശനങ്ങളോ ചർച്ചയോ ഒന്നും ഈ ഒരു അവലോകന റിപ്പോർട്ടിംഗിൽ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം പാർട്ടിയുടെ ഒരു പതിവ് നടപടിക്രമങ്ങൾ, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു പതിവ് നടപടിക്രമങ്ങൾ മാത്രമായിട്ടാണ് ഈ അവലോകന റിപ്പോർട്ടിംഗ് മാറുന്നത്. അതിനുശേഷം ഈ തിരുത്തൽ നടപടികളും എന്തൊക്കെ പാർട്ടി മാറ്റം വരുത്തുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഈ ലോക്കൽ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ബ്രാഞ്ച് കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ അവതരിപ്പിക്കും. അതാണ് പാർട്ടിയുടെ പതിവ് രീതി. അത് ഇവിടെയും നടപ്പിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലും കണ്ണൂരും ഒക്കെ ഈ അവലോകന റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായാണ് ഇന്ന് കോഴിക്കോടും ഈ ഒരു അവലോകന റിപ്പോർട്ടിംഗ് പൂർത്തിയായിരിക്കുന്നത്. വ്യക്തമാണ്. പരാജയ കാരണങ്ങൾ തിരിച്ചറിഞ്ഞു ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കിയത്.